സഹോദരങ്ങളെ, ഇന്ന് ടോക്സ് ഓഫ് ടുഡേയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സമൂഹത്തിൽ കണ്ടിട്ടുണ്ടാവും ആരും പരിഗണിക്കാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകൾ. ചിലപ്പോൾ ഞാനായിരിക്കും, നമ്മിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ദുർഗുണങ്ങൾ അവരിൽ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് അങ്ങനെ ദുർഗുണങ്ങൾ ഉണ്ടെങ്കിലേ ആളുകൾ അവരെ അവഗണിച്ചുകൊണ്ട് മാറ്റി നിർത്തുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചില ദുർഗുണങ്ങൾ മാത്രം എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങനെ വല്ല കാര്യങ്ങളും നമ്മിലുണ്ടെങ്കിൽ, എന്നിലുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തിയിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സജ്ജരാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മിലുള്ള ഒരുപാട് നന്മകൾ സമൂഹത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങളും അതുകൊണ്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ സമൂഹം നമ്മെ മൂലക്കിരുത്തും. ആ ദുർഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അത് ഒന്ന്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് അതിങ്ങനെ പറയാം. ഞാൻ ഒരു നല്ല ആളാണെന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണ് അതിൻ്റെ ഉദ്ദേശം അതാണ് എങ്കിലും, മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് ഇയാളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകൾ അവഗണിക്കും. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കേൾക്കുള്ളൂ, പിന്നെ പരിഗണിക്കില്ല. അതേപോലെ ഒരാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ കണ്ടിരുന്നത് നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ട് അഭിസംബോധന ചെയ്യുക. അല്ല, പറ്റ മെലിഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് പറ്റി, ആരോഗ്യമൊക്കെ പോയല്ലോ, മുടിയൊക്കെ നിരച്ചല്ലോ, കാണുന്നതിന് നിങ്ങളെ ഭയങ്കര പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അയാളിൽ ഒരുപാട് നന്മകളുണ്ടാവും, അത് പറയില്ല, അത് കണ്ടാലും മുണ്ടൂല. അങ്ങനെ അതൊന്നും പറയാതെ നെഗറ്റീവുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെയും ആളുകൾ മാറ്റി നിർത്തും. അതേപോലെ എല്ലാവരും എന്നെ പരിഗണിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. എല്ലാവരും എന്നെ പരിഗണിക്കണം, അത് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് മുന്നിൽ ചെന്നിരിക്കും. അതേപോലെ എന്തെങ്കിലും പ്രസംഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്കോ കൊടുക്കൂല, അല്ലെങ്കിൽ ഏതെങ്കിലും അനർഹമായ രീതിയിൽ സ്റ്റേജിൽ കയറിയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉള്ള ഒരു പ്രവണത ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ ആളുകളെയും ഇങ്ങനെ ക്രമേണ ആളുകൾ വെറുത്തിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ അയാളെയും മൂലക്കിരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കുടുംബത്തിലാണെങ്കിലും സംഘടനയിലാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിലാണെങ്കിലും സംഭവിക്കാതാണ്. അതേപോലെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചൂടാകുന്നൊരവസ്ഥ. എന്തെങ്കിലും ചെറിയൊരു കാര്യമാവാം ഓനോട്, അപ്പോൾ എന്താ ഉണ്ടാവുക, ഓനോടൊന്നും പറയാൻ പറ്റില്ല, ഓൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, ഓൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ബ്രാൻഡഡ് ദേഷ്യം പിടിക്കുന്ന ആളായിട്ട് നമ്മൾ മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്നൊരവസ്ഥ വരും. ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാകുക എന്ന് വെച്ചാൽ, പ്രായമൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനും പോലും അത് മൂലയ്ക്ക് ആയി എന്നുള്ളൊരു സമാധാനത്തിൽ ആ ശല്യം കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ആളുകൾ സംതൃപ്തി അടയുന്നൊരവസ്ഥ വരും നമ്മളെ കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ വല്ല ദുർഗുണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് നമ്മളത് മാറ്റി നിർത്തുക. കാരണം സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ പരിഗണന, അതേപോലെ സമൂഹത്തിൻ്റെ സ്നേഹം, ഇതൊക്കെ നമുക്കൊരു എല്ലാ പ്രായത്തിലും എല്ലാ സമയത്തും കിട്ടേണ്ടതുണ്ട്. നമ്മുടെ ആത്മീയമായിട്ടുള്ളൊരു പ്രോട്ടീനാണ്. അപ്പോൾ നമുക്ക് കിട്ടണതിന് നമ്മൾ തടസ്സമാകാതിരിക്കാൻ നമ്മൾ ഈ ദുർഗുണങ്ങൾ നമ്മിൽ നിന്ന് മാറ്റിയെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ടോക്സ് ഓഫ് ടുഡേയുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.